ഹലോ. സോ ഇപ്പോൾ സമയം വൈകുന്നേരം 5 മണി. ഞങ്ങളെല്ലാവരും കൂടെ അച്ഛനമ്മമാരൊക്കെ വന്നിട്ടുണ്ടല്ലോ, അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങുകയാണ്. സോ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. വേറൊന്നല്ല, നമ്മൾ അച്ഛനമ്മമാർക്ക് ഒരു സർപ്രൈസ് കൊടുക്കുകയാണ്. ഇത് അവർ നാട്ടിൽ നിന്ന് വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അവർക്കൊരു സർപ്രൈസ് ട്രീറ്റ് കൊടുക്കണം എന്നുള്ളത്. ആക്ച്വലി ഹൗസ് വാമിങ്ങിൻ്റെ മാരിയോട്ട് പാർട്ടിയും ഒരു സർപ്രൈസ് ആയിരുന്നു. പക്ഷെ അത് ഇവിടെ വന്ന അന്ന് ഞങ്ങൾ പൊട്ടിച്ചു, നാളെ നമ്മൾ മാരിയോട്ടിലാണ് പോണത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രമേശേട്ടൻ്റെ അച്ഛനും അമ്മയും ഇത് അല്ലേ ഫസ്റ്റ് ടൈം ആയിരുന്നു ആ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരെ അവിടെ നമ്മൾ മാരിയോട്ടിൽ ആദ്യം കൊണ്ടുപോയി. പക്ഷെ അതിന് മുന്നേ ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അവരെ താജിൽ കൊണ്ടുപോകണം. നമ്മളത് കഴിഞ്ഞ വർഷം എനിക്ക് ഭയങ്കര ആഗ്രഹമായി. രമേശേട്ടൻ എന്നെ അത് സർപ്രൈസ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം അന്നേ നമ്മൾ പറഞ്ഞു, നമ്മൾ പോയി നമ്മുടെ അച്ഛനമ്മമാരും കൂടെ അതൊന്ന് കാണണം. കാരണം അതൊരു ഐക്കോണിക് അല്ലേ, അതൊരു ഐക്കോണിക്. അപ്പോഴാണ് അതിന് സന്ദർഭം വന്നത് കേട്ടോ. അപ്പോൾ അവർക്കറിയില്ല. അപ്പം നമ്മൾ അവരോട് നന്നായി ഡ്രസ്സൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് അവരെ മിത്തു താഴേക്ക് കൊണ്ടുപോയി. ഞാൻ ജസ്റ്റ് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ മേലേക്ക് പറയാണ്. അപ്പം നമുക്ക് നോക്കി നോക്കാം കേട്ടോ. നമുക്ക് പോണ വഴിക്ക് ഇങ്ങനെ കാഴ്ചകളും കൂടെ കണ്ടിട്ട് പോവാം. അപ്പം നമ്മൾ ഇറങ്ങിയതും നല്ല കീടിലൻ മഴ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയാണ്, പക്ഷെ കാണാൻ നല്ല രസമാണ്. അപ്പം നമ്മൾക്ക് എളുപ്പം അടൽ സേതു ബ്രിഡ്ജ് വഴിയാണ്, നമ്മുടെ സീലിംഗ് ഉണ്ടല്ലോ ആ വഴിയാണ്. അത് മാത്രമല്ല അച്ഛനും അമ്മയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അടൽ സേതു ബ്രിഡ്ജിൻ്റെ മേലെ കൂടെ പോവാണ്. അടൽ സേതു ഇവര് കണ്ടിട്ടില്ല. എങ്ങനെയുണ്ടാ കടൽപ്പാലം? അടിപൊളിയായി. കണ്ടോ, സൈഡിൽ കണ്ടോ ആറ്റത്ത് നല്ല ഫോഗും ഇത് നമ്മൾ മുന്നത്തെ വ്ളോഗിലും കാണിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സീലിംഗും കാര്യങ്ങളും. അപ്പോൾ അതൊക്കെ അച്ഛനും അമ്മയും കാണുകയാണ്. എൻ്റെ അച്ഛനും അമ്മേനെയും നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ വന്നിട്ട് നമ്മൾ ആ വഴി പോകാൻ തിരിച്ചു. എന്തൊരു ഭംഗിയായിരുന്നു അറിയോ, കാർമേഘവും എല്ലാം കൂടെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു. ഇതെന്തായാലും ഇപ്പോൾ ആര് വന്നാലും നമ്മൾ കൊണ്ടുപോകുന്നൊരു സ്ഥലമാണ്. കാരണം മുംബൈയിൽ കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലോ സ്പെഷ്യലായിട്ടുള്ള, അതിലിപ്പോൾ ഇതും കൂടെ കൂടുതൽ പെടും. ദേ നമ്മൾ എത്തി തുടങ്ങിയിട്ടാണ്. അങ്ങനെ നമ്മൾ ആ സ്ഥലത്തേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. ചിലർക്കൊക്കെ ക്ലൂ കിട്ടിയിട്ടുണ്ടാവും. അതെ, ആർക്കാ മനസ്സിലായി? അതെ, അമ്മക്ക് ഇവിടെ മനസ്സിലായ അവിടെ മിത്തു അച്ഛന് മനസ്സിലായ? എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഒരു മിനിറ്റിന്റെ ഉള്ളിൽ മനസ്സിലാവും ഇപ്പൊ. അതെ, അമ്മ വേറെ സ്ഥലത്തൊക്കെ വിചാരിച്ചു. ഫൈനലി നമ്മൾ താജിലേക്ക് ഇതേ എത്തി തുടങ്ങി കേട്ടോ. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഏകദേശം ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഏകദേശം ഈ ഐഡിയയിൽ ഇവിടെ അടുത്തെത്തിയപ്പോൾ മനസ്സിലായില്ലോ. അപ്പോൾ അതാ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി തുടങ്ങിയപ്പോൾ രമേശേട്ടൻ്റെ അച്ഛനും അമ്മയ്ക്കും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇതിൻ്റെ ഉള്ളിലേക്കാണ് എന്നുള്ളത് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് വണ്ടിയൊക്കെ അവിടെ വെച്ചതിന് ശേഷം എന്താ പറയുക, എല്ലാവരും ഒരു ഇതായിരുന്നു. നമ്മൾ മുന്നേ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യമാണെങ്കിലും ഇവർക്ക് ഇത് അറിയുന്നുണ്ടായിരുന്നില്ലല്ലോ. നമ്മളും ഭയങ്കര സന്തോഷം കൊണ്ട് എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ നമ്മളിതിന് മുന്നേ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. ആ വ്ളോഗൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അച്ഛനും അമ്മേനെയും ഫസ്റ്റ് ടൈമാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ഞങ്ങളവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകും. നമുക്കറിയില്ല, എത്രയായാലും ഒരു 16 വർഷത്തിൽ എത്രയോ പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷേ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഈ താജിൻ്റെ മുന്നിലും ഗേറ്റ് വേയുടെ മുന്നിലും ഫോട്ടോ എടുത്തില്ലെങ്കിൽ എന്താണെന്നറിയില്ല, ഒരു സമാധാനം ഉണ്ടാവില്ല. അത് അങ്ങനെയാണ് അല്ലേ, ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും അറിയാം അത്. അപ്പൊ നമ്മൾ കേറാൻ പോകുന്നത് താജിലേക്കാണ്. ഓക്കെ, എല്ലാ പ്രാവശ്യം വരുമ്പോ ഇവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കല്ലേ പതിവ് താജിന്റെ. എവിടെ അടുത്ത ഗ്രൂപ്പ് ചേർന്നു. അപ്പൊ എന്നാ കേറുമല്ലോ താജിലേക്ക്. ഇവിടെ ഫോട്ടോ എടുക്കൽ മാത്രമല്ലേ ഉണ്ടാവാറുള്ളൂ സാധാരണ. ഇന്ന് പ്രാവശ്യം നമ്മൾ ഡിന്നറും കൂടി അവിടെ വെക്കാം. റെഡി? ഞങ്ങളെല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഫോട്ടോ സെഷൻ പരിപാടിയിലാണ് കേട്ടോ. ഗേറ്റ് വേയും താജും എല്ലാം കൂടെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒറിജിനൽ ഫ്ലവേഴ്സാണ് കേട്ടോ. ഇത് ഡെയിലി മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ 1-2 പ്രാവശ്യം വന്ന സമയത്തും വേറെ തന്നെയായിരുന്നു. അപ്പോൾ ഡെയിലി മാറ്റുന്നുണ്ടാവും അല്ലേ.
അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഒരുപാട് 5 സ്റ്റാർ നമ്മൾ ഹോട്ടൽസിൽ പോകുമ്പോഴും നമുക്ക് കാണാൻ പറ്റും അതിൽ നിന്ന് നമ്മൾ വ്യത്യാസമായിട്ടുള്ള എന്താ വെച്ചാൽ ഇതിൻ്റെ ആ ഒരു ബ്യൂട്ടി തന്നെയാണ്. അതിൻ്റെ ആ ഒരു ആംബിയൻസും അതിൻ്റെ ഉള്ളിലുള്ള ഡെക്കറേഷൻസും അതിൻ്റെ ഒരു റോയൽ പാലസ് ഫീലാണ് ശരിക്കും. അതുമായിരിക്കും ഒരുപക്ഷെ ഈ ഒരു മുംബൈ താജ്മഹൽ പാലസ് വേറിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണം എന്ന് വിചാരിച്ചത്. വേറെയും ഒരുപാട് 5 സ്റ്റാർ ഹോട്ടൽസ് ഉണ്ടെങ്കിൽ കൂടെ ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ അന്ന് പോയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ആ ഒരു വാവ് ഫാക്ടർ ഉണ്ടല്ലോ, അത് ഇവരെയും കൂടെ എക്സ്പീരിയൻസ് ചെയ്യിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഫുഡല്ല മെയിൻ. ഫുഡ് ഭയങ്കര അടിപൊളിയായിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെയും ഒരുപാട് റെസ്റ്റോറൻറ്റ്സും ഒരുപാട് ബ്രഞ്ച് ഓപ്ഷൻസും ഈവൻ റിനൈസൻസും ഹയാത്തും ഒക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഫുഡ് എന്നുള്ളതല്ല, അത് നമ്മൾ ഓൾറെഡി അന്ന് നമ്മൾ കഴിച്ചതാണ്. ഇനി നമ്മൾ പോകുന്നുണ്ട് ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഈ ഒരു ആംബിയൻസ്, ഈ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈവൻ ബാൻഡ്രയിലും വേറെയും പല സ്ഥലത്തും താജുണ്ട്, വേറെയും പല സ്ഥലത്തും നമ്മൾ നാസിക്കിലൊക്കെ പോയി. പക്ഷേ ഇതൊരു ഐക്കോണിക് സംഭവം തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു വട്ടമെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഒരു ഭംഗിയാണ് കാണാൻ. കണ്ടത് നിറയെ ഇങ്ങനെ ശരിക്കും ഒരു പാലസ് ഫീല് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു താജിനെ മാത്രം താജ്മഹൽ പാലസ് എന്ന് തന്നെ പറയുന്നത്. ശരിക്കും ഒരു കൊട്ടാരത്തിൻ്റെ ഒരു ഫീല് തന്നെയാണ് തരുന്നത്. പിന്നെ കുറേ ഇവിടെ വന്നിട്ടുള്ള പണ്ടത്തെ രാജാക്കന്മാർ മുതലുള്ള ആളുകളുടെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ആദ്യം ഒന്ന് നോക്കിക്കാണാം. ആദ്യം തന്നെ നമ്മൾ റെസ്റ്റോറൻറ്റ് പോകണ്ടെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അച്ഛനും അമ്മയൊക്കെ അവർക്ക് അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കാണണം കേട്ടോ. പിന്നെ കുറേ എന്താ പറയുക റാവിസൻറ്റും റോളക്സും ഒക്കെ പോലെയുള്ള കുറേ ഷോപ്സും ഉണ്ട്. നമുക്ക് ഷോപ്പിംഗ് സംഭവങ്ങളും പർച്ചേസ് ചെയ്യാം. സാരീസ്, കമ്മലുകൾ, അങ്ങനത്തെ ഒക്കെ പർച്ചേസ് ചെയ്യാം. പക്ഷേ അങ്ങനത്തെ ഷോപ്പിംഗ് ഒക്കെ 9 മണി വരെ ഉള്ളൂ കേട്ടോ. 9 മണിയാകുമ്പോഴേക്കും അടയ്ക്കുക. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടേക്ക് ഒന്ന് പോയി, ഷോപ്പിംഗ് ഒന്നും നമ്മൾ ചെയ്തില്ല, ജസ്റ്റ് അവിടേക്ക് പോയിട്ട് ഈ ഒരു ഏരിയയിൽ ഞാൻ എൻ്റെ ബർത്ത്ഡേയുടെ സമയത്ത് നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുത്താൽ അതൊന്ന് വ്യത്യാസമുണ്ട്. എൻ്റെ റെഡ് ഡ്രസ്സുമായിട്ട് എനിക്ക് മാച്ച് ചെയ്ത് തോന്നിയിട്ടോ. കുറേ പേരെൻ്റെ ഈ റെഡ് ഡ്രസ്സിൻ്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഷോർട്സ് ഇട്ട സമയത്ത് ഞാൻ എന്തായാലും ഇവിടെ അത് കൊടുക്കുന്നതായിരിക്കും. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സീ ലോഞ്ചിൽ നമ്മളന്ന് ഹൈറ്റി ബൊഫേക്ക് പോയില്ലേ, ആ സ്ഥലത്ത് വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്, ഈ ഒരു സീ ലോഞ്ചിൻ്റെ ആ ഒരു കാർപ്പറ്റ് ഏരിയ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാനും നല്ല മഴ. അത് ആക്ച്വലി ഇതിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഒരു ഈവനിങ് അല്ലെങ്കിൽ രാവിലെ വരണം. ഇപ്പോൾ കാണില്ല, അത് ഗേറ്റ് വേ ആണ് അതിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ കടലും, അതാണ് സീ ലോഞ്ചിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അവിടെയൊക്കെ പോയി കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഫോട്ടോ തന്നെയായിരുന്നു മെയിൻ പരിപാടി കേട്ടോ ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് നേരം താജൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി ഇനി നേരെ ഫുഡ് കഴിക്കാൻ. നമ്മൾ ഡിന്നർ ഷാമിയാനയിലാണ് പോണത്. അപ്പോൾ വിശക്കാൻ തുടങ്ങി. നല്ല മഴ കേട്ടോ, പുറത്ത് നല്ല മഴ. നമ്മളന്ന് പോയ സീ ലോഞ്ചൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ ഒന്നും കാണാനില്ല, ഫുൾ ഇരുട്ടായി. നമ്മൾ കുറച്ച് ലേറ്റായില്ലോ എത്താൻ. അപ്പം നമ്മൾ ഡിന്നറിന് വെയിറ്റ് ചെയ്യാണ്. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഒരു 10 മിനിറ്റ് അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളിവിടെ എല്ലാവരും കൂടി ഇരുന്നിട്ട് വർത്തമാനം പറയുകയാണ്. ഷാമിയാന റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോണത് കേട്ടോ. അവിടെ ജാപ്പനീസും അതുപോലെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ചൈനീസും ഒക്കെ ഉണ്ട്. അപ്പോൾ ചൈനീസും ജാപ്പനീസും ഒന്നും എനിക്ക് തോന്നുന്നില്ല അച്ഛനമ്മയ്ക്കൊന്നും ഇഷ്ടപ്പെടും എന്നുള്ളത്. കാരണം അമ്മ പ്യോർ വെജിറ്റേറിയൻ ആണ്. പിന്നെ അച്ഛൻ ഫിഷ് മാത്രമേ കഴിക്കുള്ളൂ, ചിക്കനും അങ്ങനത്തെ ഒന്നും കഴിക്കില്ല. അപ്പോൾ നമ്മളെല്ലാതും പിന്നെ ചൈനീസ് ജാപ്പനീസൊക്കെ പറഞ്ഞാൽ ഇവിടെ താജിലൊക്കെ പ്രോപ്പർ ആ ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ഇന്ത്യൻ ടച്ച് പോലും വരില്ല. അപ്പോൾ വെറുതെ പോയിട്ട് ഒന്നും ഇഷ്ടപ്പെടാതിരിക്കുന്നേക്കാളും നല്ലത് ഇതാവുമ്പോൾ കോണ്ടിനെൻ്റലും ഉണ്ട് ഇവിടെ ഷാമിയാനിൽ, ഇന്ത്യൻ ഫുഡും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഫുഡ് തന്നെയായിരിക്കും ട്രൈ ചെയ്യുന്നുണ്ടാവുക. നമ്മൾ അന്ന് എന്താ പറയുക മെയിനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫുഡ് എന്നുള്ളതാണ്. അപ്പം ഞാൻ ഗംഭീരമായ റിസർച്ചിലാണ് എന്തൊക്കെയാണ് ഓർഡർ ചെയ്യേണ്ടത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫുഡുകളാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ ഓർഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ സൂപ്പ് നമ്മൾ ഓർഡർ ചെയ്തു. ചിക്കൻ ബ്രോത്താണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വേറെ ആർക്കും സൂപ്പ് വേണ്ട, അമ്മയ്ക്കും മിത്തുവിനും മാത്രം സൂപ്പ് മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അത് ഓർഡർ ചെയ്തു. ചിക്കൻ അടിപൊളിയായിരുന്നു കേട്ടോ. ചിക്കൻ സ്മോക്ഡ് ചിക്കൻ, പിന്നെ ഫിഷ്, അച്ഛന് സ്പെഷ്യലായിട്ട് ഫിഷ് കൊടുത്തു. പിന്നെ അമ്മ വെജ് ആയതുകൊണ്ട് അമ്മയ്ക്ക് പനീർ. അങ്ങനെ നമ്മൾ ഈ 3 ടൈപ്പ് സ്റ്റാർട്ടേഴ്സാണ്, ഓരോരുത്തരുടെ ചോയ്സിനനുസരിച്ചിട്ടുള്ള സ്റ്റാർട്ടേഴ്സാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സംഭവം പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ, കിടിലൻ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതാണ് സ്റ്റാർട്ടേഴ്സിൽ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛനും ഒക്കെ കോക്ടെയിലും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരിത്, അതിന് വേണ്ടിയിട്ട് കോക്ടെയിലൊക്കെ ഓർഡർ ചെയ്തു. സംഭവം ഭയങ്കര ഹാപ്പിയായി, നല്ല ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. ഫുഡുകളും അതെ, ഫുഡുകൾ നമ്മൾ മിത്തുകുട്ടി പാസ്ത
പിന്നെ എന്താ പ്രോൺസ് പുലാവ്, അതുപോലെ ബോംബെ തവ പുലാവ്, അങ്ങനെ നമ്മൾ വേറെ അങ്ങനത്തെ കാര്യങ്ങൾ ബാക്കിയുള്ള സംഭവങ്ങൾ എപ്പോഴും കഴിക്കുന്ന അങ്ങനത്തെ ഫുഡുകളൊന്നും ഓർഡർ ചെയ്തില്ല. പിന്നെ ഇവിടെ ഹൈ ടീ ബൊഫെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ആർക്കെങ്കിലും വരാൻ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഹൈ ടീ ബൊഫെ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാം. അത് എനിക്ക് വീക്കെൻഡ്സിലാണോ ഉള്ളത് അതൊന്നും എനിക്കറിയില്ല, അതൊന്ന് ചോദിച്ച് നോക്കണം കേട്ടോ, അവരോട് ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടും. അത് ആക്ച്വലി ബൊഫെ ആണ് ഇതിനേക്കാളും നമുക്ക് നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കുറേ ഭക്ഷണവും കഴിക്കാം. വിലയുടെ കാര്യം വരുമ്പോഴും എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും കുറച്ചും കൂടെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത് ബൊഫെ ആയിരിക്കും. പക്ഷെ നമ്മളത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്, നമുക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ കഴിക്കാമല്ലോ, എക്സ്പീരിയൻസ് ചെയ്യാലോ. ടൈമിങ്ങും ഒരു ഇതാണ്. ഹൈ ടീ ഒക്കെ എന്താ വെച്ചാൽ ആ ഒരു ടൈമിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് വീക്കെൻഡിൽ മാത്രമേ ഇവിടെ ബൊഫെ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീക്കെൻഡിൽ വേറെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പ്രോപ്പർ ഡിന്നറായിട്ട് തന്നെ വരാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ എന്തായാലും അച്ഛന് പ്രോൺസ് പുലാവാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ച് അടിപൊളി ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഡിന്നർ കഴിഞ്ഞു. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 9:45 ആയി. അടിപൊളി ഒരു ഡിന്നറായിരുന്നു അല്ലേ? അപ്പോൾ ഓരോരുത്തർ എക്സ്പീരിയൻസ് ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ് എന്നുള്ളത്. കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുമ്പോൾ വോയിസ് ഓവർ കൊടുക്കുകയായിരിക്കും നല്ലത്. ഓൾമോസ്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഡിഷുകളാണ്. നമ്മൾ ഭയങ്കര കോണ്ടിനെൻ്റലൊന്നും പോകില്ല. അതുകൊണ്ട് ഷാമിയാനയിൽ വന്നത്. ഇവിടെ ഇന്ത്യനും ഉണ്ട് കോണ്ടിനെൻ്റലും ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ചൈനീസ് റെസ്റ്റോറൻറ്റ്, ജാപ്പനീസ് ഒക്കെ പ്രോപ്പർ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇതിൽ വന്നത്. അടിപൊളി മാത്രമല്ല ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ റയറായിട്ട് ചില സമയങ്ങളിൽ മാത്രമേ വരാൻ പറ്റുള്ളൂ. പ്രതീക്ഷിതമായിട്ട് ഫുഡ് ഇഷ്ടമായില്ലേ? അതിന് ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഉണ്ടാക്കിയ ഫുഡല്ലേ, ഷെഫ് ഉണ്ടാക്കിയ ഫുഡല്ലേ. മറ്റാളവിടെ ഉറങ്ങാറായി. ഹലോ, എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? ഇനി ഒരു പായ കിട്ടിയാൽ മതി. അമ്മ എന്താ അഭിപ്രായം? അടിപൊളി. താജിലുള്ള ആദ്യത്തെ അച്ഛാ പറയൂ, എങ്ങനെയുണ്ടായിരുന്നു? താജില് ആദിത്യാണിത്. ആൾമോസ്റ്റ് ഗുഡ്. അപ്പം നമ്മൾ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് ഇതേ പോവാണ് കേട്ടോ വീട്ടിലേക്ക്. അപ്പം ഞാനും രമേശേട്ടനും കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം സാധിപ്പിച്ചതിൻ്റെ സന്തോഷമാണ്. അത് അതിനേക്കാൾ സന്തോഷമാണ് അവർക്കും ഉണ്ടായത് കേട്ടോ. അപ്പോൾ 16 വർഷം മുന്നെയാണ് സത്യം പറയാം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആ വർഷമാണ് 2 അച്ഛനമ്മമാരെയും ഒരുമിച്ച് കിട്ടിയത്. അന്ന് ഇതൊന്നും സാധിപ്പിക്കാനുള്ളൊരു എന്താ പറയുക സാമ്പത്തികത്തിലായിരുന്നില്ല നമ്മളെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ രമേശേട്ടൻ മുംബൈയിലെത്തിയിട്ട് 23 വർഷമായി. ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയിട്ട് 16-17 വർഷമായി. ഇപ്പോൾ നമുക്കിതാ ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിക്കാനുള്ളൊരു ഇതിലേക്ക് നമ്മൾ ദൈവം സഹായിച്ചെത്തി. നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ടും നമ്മൾ എത്തിത്തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ നമുക്ക് സാധിക്കുമായിരിക്കും. പക്ഷേ ഇപ്പോൾ ഇവരുടെ ആരോഗ്യം, ഇവർക്ക് പറ്റുന്ന സമയം കൂടെ നമ്മൾ നോക്കിയിട്ട് നമ്മുടെ കൂടെ ഇവരെപ്പോഴൊക്കെ ഉണ്ടാവണം ആ സമയത്തൊക്കെ നമ്മളെ കൊണ്ട് മാക്സിമം അവരെ സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിൻ്റെ ചെറിയ തുടക്കങ്ങളാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ചിലപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടെ ഇവരുണ്ടാവും. ഇവരുടെ കൂടെയുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും വരും ദിവസങ്ങളിൽ കാണാം കേട്ടോ. ബൈ.